ഇന്നാണെങ്കിൽ ഞാൻ ആകപ്പാടെ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. മൈക്ക് കാണുമ്പോഴേ അറിയാലോ എന്തോ പ്രോഗ്രാം വേണ്ടിയിട്ടാണെന്ന്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സ്നേഹമുള്ള കൂട്ടുകാരെ, യൂത്ത് ആർ ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദ നേഷൻ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇന്നും അത്ര തന്നെ സത്യമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12-നാണ് നമ്മൾ ഓരോ വർഷവും യുവജന ദിനമായി ആചരിക്കുന്നത്. യുവത്വം എന്നത് വെറും പ്രായമല്ല, അത് ചിന്തകളിലെ പുതുമയും മാറ്റങ്ങളെ സ്വീകരിക്കുന്ന മനസ്സും നാളെ നിർമ്മിക്കാനുള്ള ഊർജവുമാണ്. ഇന്നത്തെ യുവതലമുറ പുതിയ ആശയങ്ങളുമായി പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. സമൂഹവും സംസ്കാരവും സാങ്കേതിക വിദ്യയും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അയ്യോ, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ആ 2-3 മിനിറ്റ് ഞാൻ വേറെ എവിടെയൊക്കെയായിരുന്നു. അതൊന്ന് പറഞ്ഞ് തീരണത് വരെ എൻ്റെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇന്ന് യൂത്ത് ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചില സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കും, നീ മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന്. പ്ലാസ്റ്റിക് ചെടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ചെടി എന്താ വെള്ളം കുടിക്കാത്തതെന്ന്. ഇതിലൊക്കെ ഞാൻ എന്നോട് തന്നെ എന്ത് പറയാനാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ കണ്ണ് തട്ടായിരിക്കാൻ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ നല്ലതാണ്. അത് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇന്ന് അരവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അരവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമില്ല, ബന്ധമില്ല, ഒന്നുമില്ല. അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം വാങ്ങി, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അരവണ കഴിച്ചു കഴിഞ്ഞ് അതിൽ ബാക്കിയുണ്ടെങ്കിൽ പഠിച്ചെടുക്കുന്ന എല്ലാവരുടെ ഒരു ശീലമാണ്. എനിക്കും ആ ശീലമുണ്ട്. പക്ഷേ ഈ കുപ്പി അവളെ എന്തായാലും പ്രാഗിയിട്ടുണ്ടാവും. ആ പാത്രം തന്നെ പറയുന്നുണ്ട് എന്നെ ഒന്ന് വെറുതെ വിടുമെന്ന്. ആര് കേൾക്കാൻ. അപ്പം അത്രയൊക്കെ ഉള്ളു. ടാറ്റാ.